തോൽപ്പാവക്കൂത്ത് എന്ന പ്രാചീന ക്ഷേത്രകലയെ ലോക പ്രശസ്തിയിലേക്ക് ഉയർത്തിയതിൽ മുൻപന്തിയിലുള്ള വ്യക്തിത്വം ശ്രീ കെ രാമചന്ദ്രൻ പുലവർ. തോൽപ്പാവക്കൂത്തിനെ നാടകവേദിയിലും ബോധവൽക്കരണ പരിപാടികളിലും ഉൾപ്പെടുത്തി പുതിയ സാധ്യതകൾ തുറക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. കലാരംഗത്തെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി 2021 ഭാരത സർക്കാർ പത്മശ്രീ പുരസ്കാരം നൽകി ആദരിക്കുകയും ചെയ്ത പത്മശ്രീ രാമചന്ദ്ര പുലവരെ സ്നേഹാദരവ് ഏറ്റുവാങ്ങുന്നതിനായി മെഡിമിക്സ് ആൻഡ് മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് പ്രസന്റ് മലയാളി മീഡിയ ബ്രാൻഡ് അവാർഡ് 2025. എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും സന്തോഷവും അഭിമാനമുള്ള ആ ഒരു നിമിഷമാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. കാരണം കേരളത്തിൻ്റെ എല്ലാ അവാർഡുകളും അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. കേരള സംഗീത നാടക അക്കാദമി, ഫോക്ലോർ അക്കാദമി അവാർഡ്, അതുപോലെ തന്നെ ടൂറിസം അവാർഡ്, അങ്ങനെ തുടങ്ങിയ എന്തെല്ലാം അവാർഡുകളുണ്ടോ അതെല്ലാം ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഭാരതത്തിൻ്റെ പരമോന്നത ബഹുമതിയിലൊന്നായ പത്മശ്രീ അവാർഡും ലഭിക്കുകയുണ്ടായി. അതിനെല്ലാം നിമിത്തമായിട്ടുള്ളത് മലയാളം മീഡിയ ഉള്ളതായിട്ടുള്ള വിപിനും അതുപോലെ തന്നെ ഷഹനയും എല്ലാം അതിൽ പങ്കുണ്ട്. ഈ 2025 എൻ്റെ ഒരു ആദ്യത്തെ അംഗീകാരവും ഇവരുടെ രണ്ടുപേരുടെയും കാൽവെപ്പും ഈ വർഷം മുഴുവൻ അംഗീകാരങ്ങളുടെ മികവാണ്. അതിൽ ഞാൻ തികച്ച് ഇവരെ അഭിനന്ദിക്കുകയാണ്. കൂടുതലൊന്നും പറയുവാൻ വാക്കുകളില്ല. കാരണം അതായത് ഈ ഡിജിറ്റൽ മീഡിയ എപ്പോൾ വന്നുവോ അതിൽ ഞങ്ങൾ ഇവരോടൊപ്പം എപ്പോൾ പങ്കാളികളായോ 47ഓളം വിദേശ രാജ്യങ്ങളിൽ പാവക്കൂത്ത കാണിക്കുവാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി എന്നുകൂടി ഞാൻ പറയുകയാണ്. അത് അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. എല്ലാവിധമായ ഭാവങ്ങളും നേർന്നുകൊള്ളുന്നു. ഇനി ഈ മലയാളി മീഡിയ മീഡിയ എല്ലാ ലോകാലോകവും അറിയപ്പെടട്ടെ. മാത്രമല്ല ഇതിൻ്റെ പ്രവർത്തനത്തിൽ എല്ലാവരും പങ്കാളികളായിട്ടുള്ള എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും സമ്പത്തും സമൃദ്ധിയും ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്.